തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റ് സോഫ്റ്റുമായ ഈ ഉണ്ണിയപ്പത്തിന് നമുക്ക് അരിപ്പൊടിയോ മൈദയോ അങ്ങനെ ഒന്നും വേണ്ട, വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുക, അധികം ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, മുറിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് പച്ചരിയാണ്. ഇത് തലേദിവസം കുതിരാനിട്ടിട്ടുണ്ട്. കഴുകി വാരി കുതിരാനിട്ടതിന് ശേഷം ഒരു 8 മണിക്കൂർ കഴിയുമ്പോൾ വേണം ഇത് വെള്ളം ഊറ്റിയെടുക്കാൻ. നല്ല പച്ചരി കുതിർന്ന് കിട്ടിയാലേ അപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിത് കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ആർക്കും ഉണ്ടാക്കാൻ ഉണ്ണിയപ്പം അറിയത്തില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേച്ചാൽ മതി. നമുക്ക് വേഗത്തിൽ കുഴയ്ക്കുക പോലും വേണ്ട, കൈകൊണ്ട് മിക്സിയുടെ ഒരു ജാർ മാത്രം മതി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. ഈ 2 കപ്പ് പച്ചരിക്ക് ഏകദേശം ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചോറാണ്. അത് ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കി ഞാൻ കുറച്ച് ചേരുവകളും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ശർക്കര അഴുക്കെല്ലാം കളഞ്ഞ് ഉരുക്കി വെച്ചത് ഏകദേശം ഒരു 1/4 കിലോയോളം ഉണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവേ. ഇതിപ്പം ഏകദേശം നല്ല മധുരമുള്ള ശർക്കരയാണ്. ഇതും ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ ജീരകമാണ്, അത് കുറച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനില്ല, വേണ്ടവർക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കയും. ഏലക്കയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവില്ല, നമ്മൾ ഏകദേശം 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിപ്പം നല്ലോണം ആദ്യം നമുക്കൊന്ന് അരച്ചെടുക്കാവേ. ഇപ്പോൾ അരച്ച് ഫൈനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1-2 ചേരുവകളും കൂടി ചേർക്കാനുണ്ട്. അതാണ് ഈ ഉണ്ണിയപ്പത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിലോട്ട് ഞാൻ ഒരു 100 ഗ്രാം റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ വറുത്ത റവയൊന്നും വേണ്ട, നോർമലി ഉള്ള റവ മതി കേട്ടോ. ആദ്യം നമ്മൾ റവ ചേർത്ത് അരയ്ക്കരുത്. റവ കുറച്ച് തരിതരിപ്പായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഇടുന്നത്. പിന്നെ 2 ഞാലിപ്പൂവമ്പഴമാണ് എടുത്തിരിക്കുന്നത്. പാളയംകുടം പഴം വേണേലും എടുക്കാം, പക്ഷെ കുറച്ച് പുളിയാകും. ഞാലിപ്പൂവിനാണ് ഒട്ടും പുളി ഉണ്ടാവുകയില്ല. നല്ല പഴുത്ത പഴമായിരിക്കണം എടുക്കേണ്ടത്. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് റവ ചേർത്ത് കൊടുക്കുന്ന ആ സമയത്ത് വേണം നമുക്ക് പഴവും ചേർത്ത് കൊടുക്കാൻ. റവ നല്ല തരിതരിപ്പായിട്ട് കിടന്നാലേ ഉള്ളൂ ഉണ്ണിയപ്പം കടിക്കുമ്പോഴത്തേക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വലിയ ചേരുവകളൊന്നുമില്ല കേട്ടോ. ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 3 മണിക്കൂർ ഇരിക്കട്ടെ. അങ്ങനെ ഇരുന്നത് പുളിച്ചോളും. കുറച്ച് പുളിച്ചാൽ മതി, ഒരുപാട് പുളിച്ച് പോവരുതേ. പഴവും നമ്മൾ കുറച്ച് സോഡാപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ബേക്കിംഗ് സോഡ വേണ്ടവർക്ക് ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല പഴം ചേർക്കുന്നതുകൊണ്ട്. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ മധുരമൊക്കെ പാകത്തിനുണ്ട്. എല്ലാ ചേരുവകളും കറക്റ്റാണ്. ഇനിയിപ്പോൾ ഞാനിത് അടച്ചു വെക്കുന്നുണ്ട്. ഒരു 3 മണിക്കൂർ കഴിയട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി കുറച്ച് ചേരുവകളും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ വേണ്ടവർക്ക് മാത്രം ചേർത്ത് വെച്ചാൽ മതി. ഒരു ലിഡ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്തിരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാവേ. ഉണ്ണിയപ്പം നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാവേ. ആട്ട വെച്ചിട്ടും മൈദ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം നല്ല ഹെൽത്തിയാണ് കേട്ടോ. അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ടാക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയാൽ മതി. പിന്നെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ആകുമ്പോഴത്തേക്ക് നമ്മൾ കുഴച്ചൊന്നും കൊടുക്കണ്ട, നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. ഒരു 3 മണിക്കൂർ കഴിയട്ടെ. അതുവരെ അത് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ് ഞാനിന്ന് മാറ്റി നോക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് മാവ് പുളിച്ച് വന്നിട്ടുണ്ട്. ഈ മാവൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് തേങ്ങാക്കൊത്ത് ചേർക്കുന്നത്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കുറേ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഈ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. പക്ഷെ നെയ്യപ്പത്തിനും ഉണ്ണിയപ്പത്തിനും ഒക്കെ തേങ്ങാക്കൊത്തൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ്. ഇപ്പം നല്ല വറുത്തെടുത്തിട്ടുണ്ട്. 1 കപ്പോളം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറുത്ത എള്ളുണ്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ കറുത്ത എള്ളില്ലായിരുന്നു, വെള്ളയായിരുന്നു. അതുകൊണ്ട് ഞാൻ വെള്ള എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആ തേങ്ങയുടെയും കാഷ്യൂവിൻ്റെയും ഒക്കെ ആ ചൂടില്ലേ, ആ ചൂടിൽ തന്നെ ഈ മാവ് ഇളക്കി കൊടുക്കണം. നേരത്തെ നമ്മൾ പുളിക്കാൻ വെക്കുന്ന സമയത്ത് ഒരിക്കലും തേങ്ങാക്കൊത്തൊന്നും ചേർത്ത് കൊടുക്കരുത്, കാരണം വെള്ളത്തിൽ താന്നു പോകും. ഇതിപ്പോൾ താന്നു പോകുകയില്ല. എല്ലാ ഉണ്ണിയപ്പത്തിലും ഒരേപോലെ തന്നെ നമുക്ക് കടിക്കാൻ കിട്ടുവേ. ഇപ്പം നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അധികം പരിപാടിയൊന്നുമില്ല കേട്ടോ. ഒരു ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് കോരി ഒഴിച്ചാൽ മാത്രം മതി. നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ സമയത്ത് ഞാൻ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയുടെ കൂടെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. എന്നാലേ ആ കറക്റ്റ് ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പം ചട്ടി ചൂടായപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ കുഴിയിലും ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ കുറച്ചിടാം. എന്നിട്ട് മെല്ലെ അവിടെ നിന്ന് വേകട്ടെ. നമ്മുടെ സൂപ്പർ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാവേ. ഉണ്ണിയപ്പച്ചട്ടി എടുക്കുമ്പോഴത്തേക്ക് ഒരു ചുവടുകട്ടിയുള്ള ചട്ടി എടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ അപ്പക്കാരയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് തിരിച്ചും മറിച്ചും വേഗത്തിൽ ഇടാം. പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് തീ കുറച്ച് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മാത്രമേ ഉള്ളൂ കരിയാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് വേകട്ടെ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണയും നെയ്യും ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇത് മറിച്ചിടാനും വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമൊക്കെ ആൾക്കാർക്ക് അറിയാത്തവർക്കാണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ആദ്യത്തെ നമ്മുടെ ഒരു സെറ്റ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയിരിക്കുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല കളറായിട്ട് പഞ്ഞിയായിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന 2 കപ്പ് പച്ചരിയല്ലേ, അത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു 100 ഗ്രാം റവയും ചേർത്തിട്ടുണ്ട്. അത്രയും മാത്രമേ പൊടിയായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ബാക്കിയും പൊടിയാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഞാനൊന്ന് മുറിച്ച് കാണിക്കാമേ. കടയിൽ നിന്നൊന്നും മേടിക്കാതെ തന്നെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അധികം പാടൊന്നുമില്ല കേട്ടോ. നെയ്യപ്പം ഉണ്ടാക്കുന്നതിനെക്കാട്ടി വേഗത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം എല്ലാ ഉണ്ണിയപ്പവും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് മുറിക്കുമ്പോൾ കാണാം, നമ്മൾ അകത്തിട്ടിരിക്കുന്ന തേങ്ങയില്ലേ, ആ തേങ്ങ നല്ല എല്ലാ ഉണ്ണിയപ്പത്തിലും പിടിച്ചിട്ടുണ്ട്. അത് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ മൊത്തം താന്നു പോവും. അതുകൊണ്ടാണ് ലാസ്റ്റ് ഞാൻ തേങ്ങാക്കൊത്തിട്ട് കൊടുത്തത്. അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. മുറിച്ച് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ആ തേങ്ങയും കാഷ്യൂവും ഒക്കെ നല്ല കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാത്ത കൂട്ടുകാരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട. നമുക്ക് ഞൊടിയിടി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി പറയുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.